കൊല്ലരുതേ, ഒരു പാവം തഹസിൽദാരെ കൊല്ലരുതേ എന്ന് സാഗർ കോട്ടപ്പുറം ഉറക്കെ ഓടി വിളിച്ച് പറഞ്ഞതൊക്കെ നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ടല്ലേ. അത്രയും ഒരു ഫുൾ മീനിങ്ങിൽ ഞാൻ പറയില്ലെങ്കിൽ പോലും ഈ പാവം സിനിമ അത്യാവശ്യം തിയേറ്ററിലൊന്ന് ഓടേണ്ടതാണ് എന്നാണ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. പ്രത്യേകിച്ച് സമകാലിക റിലീസുകളിൽ പലതും എടുത്തു വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഓഡബിൾ ആയിട്ടുള്ള, പ്രോത്സാഹിപ്പിക്കബിൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്. അത് പറയാൻ പാടില്ല. ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന സിനിമയെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ഭാരത സർക്കാർ ഉൽപ്പന്നം എന്നുള്ളതായിരുന്നു. ഭാരത ഉപയോഗിക്കാൻ പാടില്ലത്രേ. അതുകൊണ്ട് അത് മറച്ച് ഒരു സർക്കാർ ഉൽപ്പന്നമാക്കിയിട്ടാണ് അവർ സിനിമ തിയേറ്ററിലേക്ക് എത്തിച്ചത്. ശരിക്കും ഈ പേരുമാറ്റമാണ് ഈ സിനിമയെക്കുറിച്ച് എനിക്ക് മേജറായിട്ട് അറിയാവുന്ന ഒരു കാര്യം. അതിനപ്പുറത്തേക്ക് ഈ സിനിമയെക്കുറിച്ച് വലിയ കാര്യങ്ങൾ അന്വേഷിക്കുകയോ ഇതിൻ്റെ ഇൻ്റർവ്യൂസ് കാണുകയോ ട്രെയിലറും ടീസറും കുത്തിയിരുന്ന് ആവർത്തിച്ച് കാണുകയോ അങ്ങനെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. സീറോ എക്സ്പെക്റ്റേഷനിൽ ഞാൻ ചുമ്മാ കണ്ടൊരു സിനിമയാണ്. ഇനി ഈ സിനിമ എങ്ങനെ എനിക്ക് വർക്കായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. എറണാകുളത്ത് നിന്ന് മംഗലാപുരം വരെയുള്ള ട്രെയിൻ യാത്ര. ആ യാത്ര കഴിഞ്ഞിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, ഉറക്കമൊന്നും ശരിയായിട്ടില്ല. അത് കഴിഞ്ഞ് മംഗലാപുരത്ത് നിന്ന് കാസർഗോഡേക്ക് യാത്ര ചെയ്യുന്നു. കാസർഗോഡ് വെച്ച് രാത്രി 10:30 ഒരു ഷോ ഉണ്ട്. ഈ സിനിമയ്ക്ക് അധികം ഷോസ് ഒന്നും വരാൻ ചാൻസ് ഇല്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് രാത്രി 10:30 ഷോയ്ക്ക് തന്നെ പോയി. എന്നെ ഞെട്ടിച്ചുകൊണ്ട് നിറച്ച ആളുണ്ടായിരുന്നു തിയേറ്ററിൽ. പയ്യന്നൂർ അർച്ചന സിനിപ്ലക്സിൽ വെച്ചിട്ടാണ് കണ്ടത്. സൂപ്പർ തിയേറ്റർ ആട്ടോ, നല്ല സ്ക്രീൻ, നല്ല സീറ്റിംഗ്, എല്ലാം കൊണ്ടും എനിക്ക് തിയേറ്ററിനോടും വളരെയധികം സ്നേഹം തോന്നി. അതുപോലെ തന്നെ ആളുകൾ നിറഞ്ഞ് ഇരിക്കുകയാണ്. ഈ 2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ മലയാള സിനിമയൊക്കെ ഫാമിലിയുടെ സിനിമയായിട്ട് മാറുമല്ലോ, പക്ഷേ ഇത് നിറച്ചും ഫാമിലീസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫാമിലിയുടെ ഒക്കെ ഇടയിൽ ഇരുന്നിട്ടാണ് ഞാൻ ഈ സിനിമ കണ്ടത്. തിയേറ്ററിലേക്കുള്ള യാത്രക്കിടയിൽ ഒരുപാട് പ്രാവശ്യം എന്നൊക്കെ ആവുന്നുണ്ടായിരുന്നെങ്കിലും സിനിമ തുടങ്ങി അവസാനിക്കുന്നത് വരെ അങ്ങനെ ഒരു ഫീൽ എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല. ഞാനിങ്ങനെ ലൈവായിട്ടിരുന്ന് കണ്ടു. ഇടയ്ക്കൊക്കെ ചിരിക്കാനുണ്ടായിരുന്നു, ഇടയ്ക്ക് കുറച്ച് ഒരു എഴച്ചിൽ സാധനങ്ങളൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്കത് വിശദമായിട്ട് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവ് ഇതിലെ പെർഫോമൻസുകളാണ്. എല്ലാവരും വളരെ മനോഹരമായിട്ട് തന്നെ അവർക്ക് കിട്ടിയിട്ടുള്ള കഥാപാത്രങ്ങളെ അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട്. ഷെല്ലി എന്ന അഭിനേത്രി, അവരെക്കുറിച്ച് പറയുമ്പോൾ മിന്നൽ മുരളിയിലാണ് നമ്മൾ പ്രധാനമായിട്ടും ആ മുഖം മനസ്സിൽ പതിയുന്ന രീതിയിൽ കാണുന്നത്. വളരെ രസമായിട്ട് തന്നെ ഈ സിനിമയിലെ ഭർത്താവിനോടുള്ള പ്രണയം നിറഞ്ഞു നിൽക്കുന്ന ഭാര്യയായിട്ടും അയാൾ തളർന്നു പോകുമ്പോൾ അയാളുടെ ഒപ്പം നിൽക്കുന്ന ഒരാളായിട്ട്, ആ 4 മക്കളുടെയും ഒരു 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 നല്ല അമ്മയായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് അവരെ നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റുന്നുണ്ട്. സുബീഷ് സുധി, അദ്ദേഹമാണ് ഈ സിനിമയിലെ ഒരു കേന്ദ്ര കഥാപാത്രം എന്ന് നമുക്ക് വിളിക്കാവുന്ന. ഈ സിനിമയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു വിഷയമുണ്ട്. ആ വിഷയമാണ് ഇതിൻ്റെ കേന്ദ്ര സംഭവം എന്ന് പറയുന്നത്. ബാക്കി എല്ലാവരും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളാണ്. എങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് സുധീഷ് സുബിയാണ്. അദ്ദേഹം തമാശയായിട്ടാണ് ഈ സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത്. ആ വേൾഡ് ബിൽഡിംഗ് ഉണ്ടല്ലോ, ഒരു നാട്ടിൻപുറം, അവിടുത്തെ ഒരു പെയിൻറ്റ് പണിക്കാരൻ എന്നൊക്കെ പറയുന്ന പോലെ പുള്ളിയുടെ ക്യാരക്ടറിനെ ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് വരുമ്പോൾ വളരെ ലൈവായിട്ട്, വളരെ റിയലായിട്ട് പുള്ളി ആ ക്യാരക്ടറിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ വർക്കാവുന്ന കുഞ്ഞു കുഞ്ഞ് ഹ്യൂമർ സംഭവങ്ങളുണ്ട്. അത് വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ മനുഷ്യൻ തകർന്നു പോകുന്ന മൊമെൻറ്റുകളുണ്ട്. ഭാര്യയുടെ അടുത്ത് അവരുടെ സ്വകാര്യ നിമിഷത്തിലുള്ള പുള്ളിയുടെ നോട്ടങ്ങളൊക്കെ ഭയങ്കര രസമാണ് അത് കാണാൻ വേണ്ടിയിട്ട്. നല്ല രസമായിട്ട് ആ കഥാപാത്രത്തിനെ കൈകാര്യം ചെയ്തു. പിന്നെ കുഞ്ഞു കുഞ്ഞു ക്യാരക്ടേഴ്സിൽ വന്നിട്ടുള്ള ആളുകളടക്കം, ഇപ്പോൾ അജു വർഗീസ് അദ്ദേഹത്തിൻ്റെ ഒരു മാറ്റത്തിൻ്റെ ഫേസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ രസമായിട്ട് ആ ക്യാരക്ടറിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഗൗരി കിഷാൻ, വിനീത് വാസുദേവൻ, പിന്നെ എനിക്ക് ലാൽ ജോസിൻ്റെ ക്യാരക്ടർ അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ നല്ല കുറച്ച് പെർഫോമേഴ്സിനെ നമുക്ക് കാണാൻ പറ്റിയെന്നുള്ളതാണ്. പിന്നെ ആ നാട്ടിൻപുറത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ചേച്ചിമാരെ നമ്മൾ കാണുന്നുണ്ട്. ആ ചേച്ചിമാരൊക്കെ നൈസായിരുന്നു കേട്ടോ. ആ നാട്ടിൽ നിന്ന് തന്നെ എടുത്താണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവും. ഒരുപക്ഷെ നിങ്ങൾ വടക്കൻ കേരളത്തിൽ, പ്രത്യേകിച്ച് കാസർഗോഡിനടുത്തുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം കണക്ട് ചെയ്യും ഇതിലെ ലാംഗ്വേജും ഇതിലെ ക്യാരക്ടേഴ്സും ഒക്കെ. എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ എടുത്തു പറയാൻ, നമ്മൾ പല സിനിമകളിലൊക്കെ കാണുമ്പോൾ ചില ഷോട്ടുകൾ അങ്ങനെയൊക്കെ എടുത്തു പറയാൻ തോന്നുമല്ലോ, അങ്ങനെ ഒരു എടുത്തു പറയൽ ഫീല് ഓഡിയോ വിഷ്വൽ സൈഡിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ ഈ സിനിമയ്ക്ക് ആവശ്യമായത് ഡെലിവറി ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ മൊത്തം സിനിമയിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത് ഇവരുടെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സംഭവങ്ങളൊക്കെയാണ്. അതായത് വിശ്വാസം എങ്ങനെയാണ് ആളുകളെ ബാധിക്കുന്നത്, അതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യപ്പെടുന്നത്, അത് ഏത് രീതിയിലാണ് വലിയൊരു കച്ചവടമായിട്ട് മാറുന്നത്, ആ കച്ചവടമാക്കി മാറ്റൽ ഒരു സാധാരണക്കാരനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്ന രീതിയിൽ പറയുന്നത്. അതുപോലെ രാഷ്ട്രീയം എങ്ങനെയാണ് ഇടപെടുന്നത്, പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം, വടക്കൻ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുമ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതും അതിനെക്കുറിച്ചൊക്കെ കുറച്ച് വിമർശനാത്മകമായി തന്നെ ഇതിലെ ഓരോ ഘടകങ്ങളെയും വളരെ വിമർശനാത്മകമായി സിനിമ കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരിടത്ത് പോലും വളരെ സ്ട്രോങ് ആയി വിമർശിക്കുന്നു എന്ന് എനിക്ക് തോന്നിയില്ല. അതൊരു നെഗറ്റീവ് സൈഡായിട്ട് വേണമെങ്കിൽ പറയാം. അതായത് ലൈറ്റായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്, ഇത് ഇങ്ങനെ അവരിങ്ങനെയൊക്കെയാണ് കേട്ടോ, ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എന്ന് പറയുന്നൊരു ലെവലിൽ ശരിക്കും അങ്ങനെ നിശിതമായ വിമർശനങ്ങൾ
അത് സിനിമയെ കണ്ടു എന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ ഉദ്യോഗസ്ഥർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, കോടതി എങ്ങനെയാണ് ഒരു സാധാരണക്കാരൻ്റെ അവസാന ആശ്രയമായിട്ട് മാറുന്നത്, അങ്ങനെയുള്ള ഒരുപാട് എലമെൻറ്റുകൾ സിനിമയിൽ വരുന്നുണ്ട്. മറ്റൊരു പോസിറ്റീവ് ഈ പെർഫോമൻസിൻ്റെ കൂട്ടത്തിൽ തന്നെ പറയാവുന്ന കാര്യമാണ് ക്യാരക്ടറൈസേഷനാണ്. ഓരോ ക്യാരക്ടേഴ്സിനെയും അവർ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് വളരെ രസമായിട്ടാണ്. പ്രത്യേകിച്ച് ഇതിൽ നമ്മുടെ നായകൻ്റെ ചേട്ടത്തിയമ്മയായിട്ട് വരുന്ന ഒരു ക്യാരക്ടർ, ഒരു പുള്ളിക്കാരിയുണ്ട്. അവരൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം വളരെ ഇമോഷണലായിരുന്നു. ആ ചോദ്യം എനിക്ക് ഇവിടെ ടച്ച് ചെയ്തു. അത് അടിപൊളിയായിരുന്നു. അതുപോലെ ഓരോ ക്യാരക്ടേഴ്സും, അതായത് ചുമ്മാ എന്തെങ്കിലും ഒരു കൗണ്ടർ പറയാൻ വേണ്ടി വന്നു പോകുന്ന ചേച്ചിമാരും ചേട്ടന്മാരും അല്ല, എല്ലാവർക്കും ഒരു ക്യാരക്ടറുണ്ട്. അത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ആ ക്യാരക്ടേഴ്സിലൂടെ ആ നാട്ടിൻപുറത്തിനെ, ആ നാടിൻ്റെ ഒരു സ്വഭാവ സവിശേഷതയൊക്കെ സിനിമ നമ്മുടെ മുന്നിൽ വരച്ചു വെക്കുന്നുണ്ട്. ഏതോ ഒരു റാൻഡം നാട്ടിൽ നടക്കുന്നു എന്ന് പറഞ്ഞ പോലെയല്ല, ആ നാടിനൊരു സ്വഭാവമുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുമാണ്. പൊതുവെ പറയുമല്ലോ നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്നൊക്കെ. പക്ഷേ നന്മ മാത്രമല്ല നാട്ടിൻപുറം എന്ന് പറയുന്നത് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ കുറച്ചും കൂടി വ്യക്തമായി മനസ്സിലാവും. പിന്നെ ഒരു വലിയ പോസിറ്റീവ് ഹ്യൂമറാണ്. ഹ്യൂമർ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ ചിരിച്ച് മണ്ണ് കപ്പി താഴെ വീണ് പോകും എന്നൊന്നും ഞാൻ പറയില്ല. അത്യാവശ്യം ചിരിക്കാനുള്ളതുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ ഇവർ ഈ ഒരു വേൾഡ് ബിൽഡിങ്ങിൻ്റെയൊക്കെ ഭാഗമായി ക്യാരക്ടേഴ്സിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുമ്പോൾ എനിക്കങ്ങനെ ഭയങ്കരമായൊരു ഫീലൊന്നും ഉണ്ടാകുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മുടെ നായകനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അയാളുടെ ജീവിതത്തിലേക്കൊക്കെ കടന്നു വരാൻ തുടങ്ങിയപ്പോൾ ഞാനും എൻ്റെ അച്ഛനും അമ്മയ്ക്കും, ഞങ്ങൾ 4 മക്കളാണ്, അതിൽ മൂത്ത ആളാണ് ഞാൻ. അപ്പം ഞങ്ങളുടെയൊക്കെ ലൈഫിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ആ മൂത്ത മോൻ്റെ ക്യാരക്ടറൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ നമുക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസും അതിലെ ഹ്യൂമറൊക്കെ വന്ന് തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ഈ പറയുന്ന പോലെ ആശാ വർക്കർ ചേച്ചിമാർ, അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് തമാശയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ചിരിക്കാനുള്ള എലമെൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ഇനി നെഗറ്റീവ്സിലേക്ക് വരുമ്പോൾ എനിക്ക് പ്രധാനമായിട്ട് ഫീൽ ചെയ്തത് ഇതിലെ കോടതി രംഗങ്ങളൊക്കെയാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അവർ തിരഞ്ഞെടുത്തിട്ടുള്ള സ്പേസ് അതാണ്. അവിടെ സിനിമ വീക്കാവുന്നത് പോലെ എനിക്ക് തോന്നി. പ്രത്യേകിച്ച് അതിൽ പെർഫോമൻസുകളാണ് ഒരു ഘടകമായിട്ട് വന്നത്. ആൻഡ് ആ വാദങ്ങളൊന്നും അത്ര ശക്തമല്ലാത്ത പോലെ, ജസ്റ്റ് ഒരാൾ വന്ന് പറഞ്ഞപ്പോഴേക്കും എന്നാൽ പിന്നെ എല്ലാം നമ്മൾ ശരിയാക്കി എന്ന് പറഞ്ഞ പോലെ ഒരു വിധി വരുന്നു എന്നുള്ള രീതിയിൽ കോടതി രംഗങ്ങൾ വളരെ വീക്കായി പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതൊരു സുഖമായില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു വേൾഡ് ബിൽഡിംഗ് ഉണ്ടല്ലോ, സിനിമയുടെ തുടക്കത്തിലുള്ള കുറച്ച് സീക്വൻസുകൾ, അവിടെ എനിക്ക് അത്ര ഒരു അടുപ്പം ഫീൽ ചെയ്യാത്തത് കൊണ്ട് തന്നെ, അതായത് ഇതിലെ കോർ ക്യാരക്ടേഴ്സിലേക്ക് സിനിമ എത്തുന്നതിന് മുമ്പ് ഇങ്ങനെ കിടന്ന് ഒന്ന് വട്ടം കറങ്ങുന്നുണ്ട്. അതിലും എനിക്ക് ഈ പറയുന്ന ഒരു ഇഴച്ചിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ തമാശയുടെ എലമെൻറ്റുകൾ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കത് വർക്കായിട്ടുണ്ടായില്ല. മറ്റൊരു പ്രധാന പ്രശ്നമായിട്ട് തോന്നിയത്, ഒരു പക്ഷേ ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും നെഗറ്റീവായി അനുഭവപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ കണക്റ്റാണ്, ഒരു പേഴ്സണൽ ഫീലാണ്. അവിടെ ഒരു നായകനുണ്ട്, അയാൾക്കൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നായികയുണ്ട്, അവർക്കൊരു പ്രശ്നമുണ്ട്. അത് ഇന്ത്യയിലെ കോടിക്കണക്കായ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, നമ്മൾ പ്രതികരിക്കേണ്ട ഒരു വിഷയമാണ് എന്നൊക്കെ ഇരിക്കലും ആ സംഭവം അവിടെ വേദനിക്കുമ്പോൾ അത് എനിക്കും വേദനിക്കുന്ന പോലെ, അത് എൻ്റെയും കൂടി ഒരു പ്രശ്നമായി മാറുന്നത് പോലെ, അങ്ങനത്തെ ഒരു ഫീലിലേക്ക് വരുന്നുണ്ടായില്ല. അയ്യോ പാവം എന്ന് പറയുന്ന അയാളോടുള്ളൊരു സിമ്പതി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് നാളെ എനിക്കും വന്നേക്കാം, അയ്യോ ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ അങ്ങനെ പേഴ്സണലി കണക്ട് ചെയ്യാന്ന് പറയില്ലേ, ആ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നില്ല. ഞാനൊരു സിനിമ സ്ക്രീനിൽ കണ്ടു എന്നുള്ളതാണ്, എൻ്റെ ജീവിതം ഞാൻ കണ്ടു എന്ന് പറയുന്നത് പോലെയോ, അല്ലെങ്കിൽ എനിക്കത് ഭയങ്കര കണക്റ്റായി എന്ന് പറയുന്ന പോലെയോ അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിട്ടില്ല. രസമുള്ളൊരു കുഞ്ഞു പടം ഞാൻ കണ്ടു, അത് തന്നെയാണ് പറയാനുള്ളത്. ഇതൊരു കുഞ്ഞു പടമാണ്. പക്ഷേ ഇതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇതും കൂടി കണക്ട് ചെയ്ത് പറയണമെന്ന് എനിക്ക് തോന്നി. ചില സിനിമകളുണ്ട്, ഇപ്പോൾ അമീർ ഖാൻ പ്രൊഡക്ഷൻസിൽ വന്നിട്ടുള്ള ചില സിനിമകൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഗ്രാമമോ അല്ലെങ്കിൽ ഒരു ചെറിയ കുടുംബത്തിനെയൊക്കെ ബാധിക്കുന്ന പോലത്തെ ഒരു കുഞ്ഞു വിഷയമായിരിക്കും അവർ അവതരിപ്പിക്കുക. അതായത് ഒരു ഗ്രാൻഡ് സ്കെയിലിൽ വരുന്ന പോലത്തെ ഒരു സെറ്റപ്പിലുള്ള പടമൊന്നും ആയിരിക്കില്ല, ഒരു കുഞ്ഞു പടമായിരിക്കും. വളരെ കുറച്ച് ആളുകളെ ബാധിക്കുന്ന രീതിയിലായിരിക്കും ആ കഥ അവതരിപ്പിക്കുന്നുണ്ടാവുക. പക്ഷേ അതിലൂടെ അവർ രാജ്യത്തിൻ്റെ മുഴുവൻ, ഒരുപക്ഷെ ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ വേണ്ടുന്ന ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് പീപ്പിളി ലൈവ് എന്ന് പറയുന്ന സിനിമ രാജ്യമെമ്പാടും ബാധിക്കാവുന്ന ഒരു വലിയ വിഷയത്തിനെ ഒരു നാട്ടിലെ ഒരു കുഞ്ഞു കുടുംബത്തിലേക്ക് കൊണ്ടുവന്ന് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഒരുപക്ഷെ പറയാൻ പറ്റില്ല, അതുപോലൊരു വലിയ പ്രൊഡക്ഷൻ ഹൗസ് ഈ സിനിമ കാണുകയും ഇതിലെ സാധ്യതയെ കുറച്ചും കൂടി നന്നായി മനസ്സിലാക്കുകയും ഒരു പക്ഷേ കുറേ കൂടി പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ മറ്റൊരു നാട്ടിലേക്ക് ഈ കഥയെ പറിച്ചു നട്ട് അവിടുത്തെ പ്രാദേശികമായ ചില എലമെൻറ്റുകളെ കൂടി ആഡ് ചെയ്തുകൊണ്ട് ഒന്ന് റിലീസ് ചെയ്തൊക്കെ വന്നു കഴിഞ്ഞാൽ, അയ്യോ അതൊരു ഗംഭീര സിനിമ എന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ സ്വീകരിച്ചേക്കാം. സിനിമ കൈകാര്യം ചെയ്യുന്ന വിഷയം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അതിനെ അത്യാവശ്യം രസമായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്തു എന്ന് ഫീൽ ചെയ്തതുകൊണ്ടും വലിയ വാഗ്ദാനങ്ങളൊക്കെ തന്നുകൊണ്ട് ഒരു വൻ പ്രതീക്ഷയൊന്നും ഉള്ളിലുണ്ടാക്കാതെ എനിക്ക് രസമായിട്ട് തോന്നിയതുകൊണ്ടും ഞാൻ ഈ സിനിമ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുകയാണ്. ലൈറ്റായിട്ട് കണ്ട, ലൈറ്റായിട്ട് ചിരിച്ച, ലൈറ്റായിട്ട് ചിന്തിക്കാനുള്ള
ഒരു കുഞ്ഞു പടം. ഇനി നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് വീഡിയോയുടെ താഴെ ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് കമൻസും കൂടി വായിച്ചതിന് ശേഷം സിനിമയ്ക്ക് പോകണോ വേണ്ടോ തീരുമാനിക്കുന്ന ആളുകൾക്ക് അതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.